ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ, നിങ്ങൾക്കറിയാം, ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇലക്ട്രിക്കിൻ്റെ വെഹിക്കിൾസൊക്കെ മേടിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാർ ഒരു ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടർ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടി ന്യൂട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. Z350 Pro എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഏകദേശം ഒരു 4 മാസത്തോളം ആയിട്ടുണ്ടാകും ഞാൻ ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊരുപാട് എക്സ്പീരിയൻസ് അധികമൊന്നും ഇല്ലെങ്കിലും എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടീനെ വെച്ചിട്ടുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് തന്നെ എനിക്ക് അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്ക് ആർക്കായാലും ഉണ്ടാകും. അതുപോലെ തന്നെ എനിക്കും കുറച്ചൊരു പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് ഈ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്കൂട്ടറിനെ വെച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. അപ്പോൾ എത്ര വാട്ടിൻ്റെ മോട്ടറാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണ്, എത്ര റേഞ്ച് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര മൈലേജ് നമുക്ക് ഈ വണ്ടി കിട്ടും, പിന്നെ ഏത് ടൈപ്പിലുള്ള ബാറ്ററിയാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ചാർജിങ് ടൈം എത്രയാണ്, പിന്നെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ, പിന്നെ ഏത് വീലാണ്, ഏത് ടയറാണ്, പിന്നെ ഏതൊക്കെ കളറിൽ ഈ വണ്ടി അവൈലബിൾ ആണ് എന്നൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത്ര A to Z കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പറയുന്നത്. ഇപ്പോൾ തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ മോട്ടർ 250 വാട്ട്സിൻ്റെ മോട്ടറാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ആണ്. അപ്പോൾ ചില വണ്ടിയിൽ 24 കാണിക്കും, ചില വണ്ടിയിൽ 25 കാണിക്കും. അതൊരു റൂളാണ്. ഒരു മീറ്ററിൽ 25ന് മുകളിൽ ഒരു ഇത് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ വേണ്ടാത്ത ഒരു വണ്ടി ആയതുകൊണ്ടാണ് ആ 25 സ്പീഡ് വരെ വരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു മീറ്ററിൽ കാണിക്കാൻ പാടില്ല. അതൊരു ഇല്ലീഗലായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള സ്പീഡിൻ്റെ. അപ്പോൾ പിന്നെ ഒരു വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 80-90 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് ഒരു 70-60 മൈലേജാണ് എനിക്ക് കിട്ടുന്നത്. 65-70 അത്ര റേഞ്ചിലാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ മൈലേജ് കിട്ടുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ബാറ്ററി ടൈപ്പ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം ബാറ്ററിയിലൊക്കെ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടി ലെഡ് ആസിഡ് ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുള്ളൊരു സ്കൂട്ടറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് വരും. കാരണം ലിഥിയം അയൺ ആണെങ്കിൽ കുറച്ചും കൂടി റേഞ്ച് നമുക്ക് കിട്ടും, ചാർജിങ് ടൈം കുറഞ്ഞ് കിട്ടും. ഈ ഒരു വണ്ടി ലെഡ് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ച് കുറയുകയും ചാർജിങ് ടൈം കൂടുകയും ചെയ്യും. ചാർജിങ് ടൈം ഏകദേശം 7-8 ഹവേഴ്സാണ് നമുക്ക് ഈ ഒരു ചാർജിങ് ടൈം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു കറണ്ടിൻ്റെ കുറച്ചൊരു പ്രശ്നം കാരണം ഏകദേശം 10 ഹവർ വരെ നമ്മൾ ഈ ഒരു വണ്ടി ചാർജിങ്ങിന് വെക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ചാർജിങ്ങിന് വെക്കുന്ന സമയത്ത് 3 ഹവർ വെച്ചിട്ട് 1 ഹവർ നമ്മൾ കൂളിംഗ് ടൈം ആക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാർജറിന് പ്രശ്നം വരും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ലൈഫ് കുറയുകയും ചെയ്യും. അപ്പോൾ
3 ഹവർ നമ്മൾ ചാർജിങ്ങിന് വെച്ച് 1 ഹവർ നമ്മൾ കൂളിംഗ് ടൈം ഇട്ട് വീണ്ടും നമ്മൾ 3 ഹവർ ചാർജിങ്ങിന് വെച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഫുൾ ചാർജ് ആക്കേണ്ടത്. അപ്പോൾ ഫുൾ ചാർജ് ആയ അറിയാം നമ്മുടെ വണ്ടിയിൽ മീറ്ററിലൊന്നും കാണിക്കില്ല. നമ്മുടെ ചാർജറിന് മുകളിൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് ഫുൾ ചാർജ് ആയിട്ടുണ്ടെന്ന്. പിന്നെ ഒരു വണ്ടിയുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 150 കിലോഗ്രാമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വെക്കാൻ പറ്റിയ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ രണ്ടാളെ നമുക്ക് വെച്ച് പോകാം. സുഖമായിട്ട് നമുക്ക് രണ്ടാളെ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതൊരാളെ കൂട്ടുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മാറ്റുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിന് പ്രശ്നം വരാൻ കാരണമുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഒരു ഓവർലോഡാണത്. അപ്പോൾ നമ്മുടെ ബ്രേക്കിന് അതുപോലെ തന്നെ മോട്ടറിനൊക്കെ അത് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാളെ എന്നുള്ള ഒരു ഇത് വെക്കുന്നതാണ് നല്ലത്. രണ്ടാളിൽ കൂടുതൽ വെക്കുന്നത് ഈ വണ്ടിക്ക് നമ്മുടെ വണ്ടിയുടെ ലൈഫ് കുറക്കാൻ ഏറ്റവും വലിയ പ്രശ്നക്കാരാണത്. ഓക്കെ. പിന്നെ ഈ വണ്ടിയിൽ ട്രാൻസ്മിഷൻ മോഡ് വരുന്നുണ്ട്. 1, 2, 3 എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ മേടിച്ച വണ്ടിയിൽ അതില്ല. പക്ഷേ ഈ ഒരു മോഡൽ തന്നെ പല വണ്ടികളിലും അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ മോഡ് വരുന്നുണ്ട്. പക്ഷേ 25 സ്പീഡിൻ്റെ മുകളിലേക്ക് അത് പോവില്ല. എല്ലാതും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ അത് ഉണ്ട് വെച്ചിട്ടോ ഇല്ല വെച്ചിട്ടോ ഒരു പ്രശ്നമില്ല. അതൊരു മോഡാണ്. പിന്നെ ബ്രേക്ക് എന്ന് പറഞ്ഞത് ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്. ബാക്ക് ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ്. ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്ക് തന്നെയാണ്. നമുക്ക് പിടിച്ചാൽ അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടിയുടെ വീലെന്ന് പറയുന്നത് 12 ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത്. അലോയ് വീലാണ്. പിന്നെ ടയർ എന്ന് പറയുന്നത് 12 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഹെഡ്ലൈറ്റും ടൈൽ ലൈറ്റൊക്കെ LED ആണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ കളറ് 6 കളറാണ് ഈ വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ, ബ്ലാക്ക്, റെഡ്, പിങ്ക്, ഓറഞ്ച് ആൻഡ് ഗ്രീൻ. ഈ ഒരു 6 കളറാണ് നമ്മൾ ഈ വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാനൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള ഇത്ര ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങളാണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉള്ള വശമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് വശത്തേക്ക് നോക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ബോഡി ലുക്കാണ്. ഒരു ക്ലാസിക് ലുക്കിലാണ് ഈ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വെസ്പ മോഡൽ ലുക്ക് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ രണ്ടാമതായി വണ്ടിയുടെ ഒരു മിറർ ഈ ഒരു ബോഡിയിലേക്ക് ഒരു വെസ്പ ലുക്കിലേക്ക് അത്യാവശ്യം മാച്ചായിട്ടുള്ളൊരു മിറർ തന്നെയാണ് ഈ ഒരു സ്ക്വയർ ടൈപ്പ് മിറർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചാർജിങ്ങിൻ്റെ ഒരു സൈറ്റ് ചാർജ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ്. അല്ലാണ്ട് ഡിക്കിലാവുമ്പോൾ ഡിക്ക് തുറന്നിട്ട് നമ്മൾ ചാർജിങ്ങിന് വെക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചാർജിങ്ങിന് വെക്കുക, ചാർജിങ്ങിന് എടുത്തിടുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കുഷ്യൻ ടൈപ്പ് സീറ്റാണ്. അത്യാവശ്യം രണ്ടാൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ സീറ്റാണ്. നല്ലൊരു സീറ്റായിട്ട് തോന്നി. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വരുന്ന സമയത്തൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കടയിൽ നിന്നൊക്കെ സാധനം എടുത്ത് വരുന്ന സമയത്തൊക്കെ ഒരു ഷോപ്പിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സാധനങ്ങളൊക്കെ വെക്കാൻ ഇവിടെ തന്നെ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലാണ്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ കവറൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി ഇവിടെ അവർ തന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ടയർ എന്ന് പറയുന്നത് ട്യൂബ്ലെസ് ടയറാണ്. ഞാൻ എടുത്തതിന് ശേഷം ടയറിന് അങ്ങനെ കാറ്റ് കുറയുന്ന ഒരു അവസ്ഥ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ടയറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. വണ്ടിയുടെ കീ എന്ന് പറയുന്നത് റിമോട്ട് ഉണ്ട്. അതിൽ നമുക്ക് കീ വെച്ച് മാത്രമല്ല ചാവി വെച്ച് മാത്രമല്ല നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുക. റിമോട്ടിൽ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. ലോക്ക് ചെയ്താൽ നമ്മുടെ വണ്ടിയിൽ ഒരാൾ സീറ്റുമ്പോൾ വന്ന് തൊടുക അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിലൊന്ന് ഒരു ഷെയ്ക്കിങ് വരിക എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ അവിടെ ഒരു ബസർ അടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വണ്ടിയുടെ അടുത്ത് ആരോ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ റിമോട്ടിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് വളരെ ഒരു
സേഫ്റ്റിയാണ്. കാരണം നമ്മളിപ്പോൾ രണ്ടാളിരുന്ന് പോകുമ്പോൾ ഇതൊരു ചെറിയ സീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ രണ്ടാൾക്ക് ഇരിക്കാം. അപ്പോൾ ഈ ഒരു സപ്പോർട്ടും കൂടി ഉള്ളപ്പോൾ സുഖമായിട്ട് ബാക്കിലിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് ഇരിക്കാം, കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഹോൺ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ വണ്ടിയുടെ ഹോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഹോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെയാണ്. ചില ഇലക്ട്രിക് സ്കൂട്ടറിൽ കാണുന്ന ഒരു വീക്ക് പോയിൻ്റാണ് അതിൻ്റെ ഒരു ഹോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഒരു വണ്ടിയിൽ ഹോണിന് എന്തായിരിക്കും നല്ലൊരു സൗണ്ടായിട്ട് തന്നെ ഹോണിന് ഉണ്ട്. ഹോണ് 2 ഹോണാണ്. ഇവിടെ ഒരു സെൽഫായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളതെങ്കിലും പക്ഷെ അത് ഹോണായിട്ടാണ് ഉള്ളത്. 2 ഹോൺ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടും. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്മോക്കിംഗ് ലുക്കിലാണ് ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. അത്യാവശ്യം ലുക്കാണ് ആ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തുള്ളത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പലരും കാണാം ഇൻഡിക്കേറ്റർ ഓഫാക്കാതെ റോട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. അത് ഇൻഡിക്കേറ്റർ ഓണാക്കിയ കാര്യം മറക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു മറവുണ്ടാവില്ല. അത് പിന്നെ വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മെറ്റലിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഈ വണ്ടിയുടെ മങ്കാടിന് കൊടുത്ത ഏറ്റവും വലിയ അടിപൊളി ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു ക്ലാസിക് ലുക്കിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നി. കാരണം അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ നെഗറ്റീവ് വശത്തേക്ക് നോക്കുമ്പോൾ അധികം നെഗറ്റീവ് വശങ്ങളൊന്നുമില്ല, പോസിറ്റീവ് വശങ്ങളാണ് കൂടുതലും. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ചാർജറാണ്. ചാർജർ എന്ന് പറയുന്നത് ചാർജറിൻ്റെ ഏകദേശം 2 മീറ്റർ ആയിട്ടും അതോ 1.5 മീറ്റർ 2 മീറ്റർ ആയിട്ടും ലെങ്ത്തുള്ളൂ ചാർജറിൻ്റെ വയറിന്. അപ്പോൾ അത് നമുക്കൊരു എക്സ്റ്റൻഷൻ്റെ സഹായമില്ലാതെ നമുക്ക് വണ്ടി ചാർജിങ്ങിന് വെക്കാമെന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അത് അത്ര പ്രശ്നമേ ഉള്ളൂ അതിൽ. പിന്നെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡ് തട്ടുമ്പോൾ പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റാൻഡ് തട്ടുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ബോഡിയുമ്പോൾ അത് തട്ടുന്നുണ്ട്. അപ്പോൾ അതവിടെ ചെറിയൊരു ഡാമേജ് വരുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമൊന്നും അതിലില്ല. അത് നമ്മൾ കാണുന്ന ഭാഗത്തൊന്നുമല്ല, അടിഭാഗത്താണ്. എന്നാലും ഞാനൊരു നെഗറ്റീവ് ഒരു വശം നോക്കിയിട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ബ്രേക്ക് എന്ന് പറയുന്നത് ബാക്ക് ബ്രേക്കിനാണ് ഇതുവരെ സൗണ്ടും കാര്യങ്ങളും വന്നിട്ടുള്ളൂ. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇപ്പം മഴയത്തൊക്കെ വണ്ടി ഓടിച്ചാൽ ഒരു സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്കേ ഉള്ളൂ. പിന്നെ അത് ഓടിച്ചുകൊണ്ട് റെഡി ആയിരിക്കും. അങ്ങനത്തെ അത്ര പ്രശ്നമായിട്ട് ഉള്ളൂ, എപ്പോഴും അതില്ല. പിന്നെ ഈ ഒരു വണ്ടിയിൽ തീരെ ഇഷ്ടപ്പെടാത്തൊരു വലിയൊരു നെഗറ്റീവാണ് ഈ കളർ ഡാമേജ് എന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്ററിൽ പാസ് ലൈറ്റ് ആ ഭാഗത്തൊക്കെ കളർ നല്ല ഡാമേജ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ഭാഗത്തൊക്കെ ഡാമേജ് വരുന്നുണ്ട് കളറ്. അതൊരു നെഗറ്റീവായിട്ടുള്ളതായിട്ട് തോന്നി. കളറിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ തന്നെയാണ് അത്. അതിൽ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ എനിക്ക് പ്രത്യേകിച്ചുള്ളൂ. കാരണം നമ്മുടെ വണ്ടിയുടെ ലുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഈ വണ്ടിയുടെ ഡിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും വലിയ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. ചെറിയൊരു ഡിക്കി സ്പേസാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഡിക്കിനായിട്ട് ഇല്ല. പിന്നെ വണ്ടിയുടെ ഈ കീ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ചാവി ഇടുന്ന സ്ഥലം, അവിടെ ചെറുതായിട്ടൊന്ന് തുരുമ്പോ എന്തോ കാര്യങ്ങൾ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഉൾപ്പെടുത്തിയത്. പിന്നെ ഈ വണ്ടിയിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് അല്ല കേട്ടോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വണ്ടിക്ക് എന്താ പറയുക, ബ്രേക്കർ വെച്ചിട്ടുണ്ട്. ബ്രേക്കർ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരുമ്പോൾ ഈ ബ്രേക്കർ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുന്നതാണ്. വല്ല ഇടിമിന്നൽ കാര്യങ്ങൾ വരുമ്പോൾ ഓഫ് ആവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഇടിമിന്നൽ കാര്യങ്ങൾ വന്നപ്പോൾ അത് ഓഫായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വിട്ടിട്ടില്ല. അപ്പോൾ ബ്രേക്കർ നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാവുന്നതാണ്. പക്ഷേ ഇത് എപ്പോഴും ഓഫാക്കിയിട്ട് ഇത് ബ്രേക്കർ അങ്ങനെ ഓഫായി നിൽക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടിയുടെ ഈ ഒരു ബ്രേക്കറിന് കംപ്ലൈൻറ്റ് വന്നിട്ട് കുറച്ച് കഷ്ടപ്പെട്ട ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്കറിന് വല്ലാണ്ട് കളിക്കാറില്ല. ഞാൻ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ വണ്ടിക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ഇല്ല. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങൊക്കെ എങ്ങനെയാണെന്ന്. കാരണം എല്ലാ വണ്ടിയിലുള്ള എല്ലാ ഇലക്ട്രിക് വെഹിക്കിളിലും ഉള്ളതുപോലെ തന്നെ എല്ലാ
സ്കൂട്ടറിലും കാണുന്ന അതേ ഫീച്ചേഴ്സ് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് കൊടുത്തിട്ടുള്ളത്. എല്ലാതും ഒരേപോലെ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. ഇതിലൊരു പാസ് ലൈറ്റ് വരുന്നുണ്ട്, ഡിം ആൻഡ് ബ്രൈറ്റ്, ഇവിടെ ഇൻഡിക്കേറ്റർ, ഇതൊരു പാർക്കിംഗ് മോഡാണ്. പാർക്കിംഗ് മോഡിൽ നിന്ന് നമുക്ക് മാറ്റാനുള്ളൊരു ബട്ടനാണ്. പിന്നെ ഒരു ഹോണ്, ഇവിടെ ഒരു ഹോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സെൽഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ഇതും ഹോണാണ്. പിന്നെ ഇത് പാസ് ലൈറ്റാണ്. പിന്നെ ഈ സെൻട്രിക്ക് ആക്കിയാൽ ഇവിടെ ഏഞ്ചൽ ലൈറ്റാണ് വരിക, ഏഞ്ചൽ ലൈറ്റ്. പിന്നെ ഇത് റിവേഴ്സ് മോഡാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ആദ്യം സ്റ്റാർട്ട് ആക്കുമ്പോൾ നമ്മുടെ ചാവി ഓൺ ആക്കുമ്പോൾ ഇതേപോലെ പാർക്കിംഗ് മോഡായിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് മോഡിൽ നിന്ന് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രേക്ക് നമ്മളൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 0 എന്ന് മീറ്ററിൽ കാണിക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് നല്ല സപ്പോർട്ട് തരികയെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോസുമായി ഇനിയും കാണുന്നത് വരെ ബൈ.